നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈഫിൽ ഞാൻ പറയുന്ന ഈ 2 കാറ്റഗറിയിൽ ഏതെങ്കിലും ഒരു കാറ്റഗറിയിൽ പെടുന്നവരായിരിക്കാം. ഒന്നാമത്തേത് ലൈഫിൽ വളരെയധികം പ്രശ്നങ്ങളുള്ളത് കൊണ്ടും, അതായത് മെഡിറ്റേഷൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, ഒന്ന് ആ കാറ്റഗറി. രണ്ടാമത്തെ കാറ്റഗറിയിൽ പെടുന്നവരാണെങ്കിൽ നിങ്ങൾ സ്ട്രെസ് ഫ്രീ ആവാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇത് ഹെൽത്തിന് നല്ലതാണെങ്കിലോ മൈൻഡിന് നല്ലതാണെന്നൊക്കെ അറിഞ്ഞിട്ട് ഇത് എങ്ങനെയൊന്ന് ട്രൈ ചെയ്യാം, കൊള്ളാമോ എന്നറിയാൻ വരുന്നവരായിരിക്കാം. ഈ 2 കാറ്റഗറിയിൽ രണ്ടാമത്തെ കാറ്റഗറിയിൽ പെടുന്നവർക്ക് ചെയ്യാൻ പറ്റുന്ന മെഡിറ്റേഷൻ 2 സിമ്പിൾ പ്രാക്ടീസസ് ആണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ കാറ്റഗറിയിലാണ് നിങ്ങൾ പെടുന്നതെങ്കിൽ, അതായത് നിങ്ങളുടെ ലൈഫിൽ വേറെ ഒരു ഓപ്ഷനും ഇല്ല, മെഡിറ്റേഷൻ എങ്കിൽ മെഡിറ്റേഷൻ, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങൾ ഈ സിമ്പിൾ മെഡിറ്റേഷൻ പ്രാക്ടീസ് ഒന്നും ട്രൈ ചെയ്യേണ്ട കാര്യമില്ല. സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം മൂലം നിങ്ങൾക്ക് എന്ത് കഠിനമായ മെഡിറ്റേഷൻ ചെയ്യാനും വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇതെങ്ങനെയാണെന്നും ഇത് സ്റ്റാർട്ട് ചെയ്താൽ എൻ്റെ ഹെൽത്തിന് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടാവുമോ എന്നും ഇത് ട്രൈ ചെയ്ത് നോക്കാം, പറ്റുന്നതാണെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം, അങ്ങനെയൊക്കെ വിചാരിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള 2 മെഡിറ്റേഷൻ പ്രാക്ടീസാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ പ്രാക്ടീസ് മൈൻഡിന് ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒന്നായിരിക്കും. ആൻഡ് രണ്ടാമത്തേത് നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽത്ത് കൺസേൺസ് ഉണ്ടെങ്കിലോ നിങ്ങൾ ലൈഫിൽ സ്ട്രെസ്ഡ് ആണെങ്കിലോ അങ്ങനെയുള്ളവർക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നതാണ് രണ്ടാമത്തെ ടെക്നിക്ക്. ഇതിലുള്ള 2 പ്രാക്ടീസസിൽ നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ നിങ്ങൾ അത് ചൂസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്താൽ മതിയായിരിക്കും. നിങ്ങൾക്ക് ഇത് എങ്ങനെ ഇരുന്ന് ചെയ്യാം, എത്ര നേരം ചെയ്യണം, എവിടെ ഇരുന്ന് ചെയ്യാം, ഈ വക കാര്യങ്ങളിൽ കൺഫ്യൂഷൻ ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ടൈം സ്റ്റാമ്പ് നോക്കിയിട്ട് ഈ 2 പ്രാക്ടീസസ് ഏതാണെന്നുള്ളത് റെഫർ ചെയ്യാം. ആദ്യം പറഞ്ഞ ഈ 3 കാര്യങ്ങൾ ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ കാല് മടക്കി ഇരിക്കേണ്ടതുണ്ടോ, പ്രത്യേക രീതിയിൽ ഇരിക്കേണ്ടതുണ്ടോ, നിലത്തിരിക്കേണ്ടതുണ്ടോ, ആ ക്വസ്റ്റ്യൻ അങ്ങനെയൊന്നും ഇരിക്കേണ്ട കാര്യമില്ല. പല ആൾക്കാർക്കും മുട്ടുവേദന ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെ നിലത്തിരിക്കാൻ കംഫർട്ടബിൾ ആവില്ല, ഓരോ രീതിയിൽ കാല് മടങ്ങില്ല, അങ്ങനെ ഇങ്ങനെ, അതൊന്നും വിഷയമല്ല. നിങ്ങൾക്ക് എവിടെ എങ്ങനെ ഇരിക്കാൻ പറ്റുമോ എവിടെ ഇരുന്നിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ഈ പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. ആകെ ബെഡിലിരുന്ന് ചെയ്യുന്നത് ഒഴിവാക്കുക. ആൻഡ് എത്ര നേരം ഇങ്ങനെ ഇരിക്കണം, തുടക്കത്തിൽ ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ വേണമെങ്കിൽ 10 മിനിറ്റ് അത്രേ വേണ്ടൂ. നമ്മളിങ്ങനെ ഒരു പുതിയ ശീലം തുടങ്ങുമ്പോൾ നമ്മുടെ മൈൻഡിൻ്റെ മേലെ അത് അടിച്ചേൽപ്പിക്കേണ്ട കാര്യമില്ല. സ്ലോലി ബിൽഡപ്പ് ചെയ്തിട്ട് വേണം എന്തൊരു പുതിയ ശീലവും തുടങ്ങാനല്ലേ. അങ്ങനെ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ ഒരു ഫാസ്റ്റ് പേസിൽ മൂവ് ചെയ്യുമ്പോൾ പെട്ടെന്നൊരു ബ്രേക്ക് ഇട്ട് വന്ന് ഇങ്ങനെ അരമണിക്കൂറൊന്നും ഇരിക്കാൻ ഒരു മനുഷ്യനെ കൊണ്ട് കഴിഞ്ഞു എന്ന് വരില്ല. പക്ഷെ നിങ്ങൾ ട്രെയിൻ ചെയ്തെടുക്കുകയാണെങ്കിൽ തുടക്കത്തിൽ 5 മിനിറ്റ് മതി, കൂടിപ്പോയ 10 മിനിറ്റ് അത്രക്കൊക്കെ വേണ്ടൂ. എപ്പോഴാണ് ഇൻക്രീസ് ചെയ്യേണ്ടത്, എത്ര നേരം വരെ ഇൻക്രീസ് ചെയ്യണം, ആ വക കാര്യങ്ങളൊക്കെ നിങ്ങൾ ഈ പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് തന്നെ വരുന്ന ഫീഡ്ബാക്ക് അനുസരിച്ച് ചെയ്താൽ മതി. അതിനങ്ങനെ കട്ട് ആൻഡ് റൈറ്റ് റൂളൊന്നുമില്ല. ആദ്യം ഈ പറഞ്ഞ മിനിമം സമയം നിങ്ങൾക്ക് കൺസിസ്റ്റൻ്റായി ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ട്രൈ ചെയ്യാം. ഇനി എവിടെ ഇരുന്നാണ് ചെയ്യേണ്ടത്, ആ കാര്യത്തിൽ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട്. അതായത് ഇപ്പോൾ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ അതിൻ്റെ സൈഡിൽ പോയിരുന്ന് മെഡിറ്റേഷൻ ചെയ്യാതെ ഇരിക്കുക എന്ന് വിചാരിച്ച് റോട്ടിൽ കൂടെ പോകുന്ന ഒരു വണ്ടിയുടെ ഒച്ചയോ ഒരു ഹോണോ അല്ലെങ്കിൽ ഒരു പട്ടി കുറച്ചതോ അതൊന്നും നിങ്ങളെ എഫക്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. അങ്ങനെ എല്ലാ നോയ്സും ഒഴിവാക്കി ചെയ്യണം നമ്മളെങ്ങനെ കാട്ടിപ്പോയി ചെയ്യണോ? ഇതിലാകെ ഒരു റെസ്ട്രിക്ഷൻ ഉള്ള കാര്യം എന്ന് പറഞ്ഞാൽ, മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ മൈൻഡിനെ ക്ലെൻസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ നിങ്ങൾ ഇന്ന് പല്ല് വെച്ചിട്ട് നാളെ പല്ല് വെക്കാതിരുന്നാൽ ഇന്ന് പല്ല് വെച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ലല്ലോ. അതുപോലെ നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇത് ചെയ്യുക. 5 മിനിറ്റ് എങ്കിൽ 5 മിനിറ്റ്, കൺസിസ്റ്റൻസിയാണ് കാര്യം. കുളിക്കുകയാണെങ്കിൽ നിങ്ങൾ ആഴ്ചയിൽ ഒരിക്കൽ കുളിക്കുന്നതും ദിവസവും കുളിക്കുന്നതും വല്ലപ്പോഴും കുളിക്കുന്നതും തമ്മിൽ വ്യത്യാസമില്ലേ? അതേ വ്യത്യാസം ഇവിടെ ഉണ്ടാവും. അപ്പോൾ കൺസിസ്റ്റൻ്റായി ചെയ്യുക എന്നുള്ളതാണ്. സമയം ഞാൻ പറഞ്ഞതുപോലെ ആകെ 5-10 മിനിറ്റ് അത്രയും മതി. സ്ഥലത്തിലോ എങ്ങനെ ഇരിക്കണമെന്നോ അതിലൊന്നും കൺസ്ട്രെയിൻസ് ഇല്ല. പക്ഷേ റെഗുലറായി ചെയ്യുക എന്നതാണ് ഇമ്പോർട്ടൻറ്റ്. ഇനി ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ആഡ് ചെയ്യുക. ആദ്യത്തേത്, ഇത് നമ്മളുടെ മൈൻഡിന് ക്ലാരിറ്റി വരാൻ വേണ്ടിയിട്ടുള്ള ഒരു മെഡിറ്റേഷനാണ്. ഈ പ്രോസസ്സ് ഞാൻ ഫുൾ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ തന്നെ ചോദിക്കും, ഇതാണോ മെഡിറ്റേഷൻ? ഇത് ഞാൻ എന്നും ചെയ്യുന്നതല്ലേ? നിങ്ങൾ എന്നും ചെയ്യുന്ന ഒരു കാര്യമാണ്, കുറച്ച് മോഡിഫൈ ചെയ്ത് ചെയ്യണമെന്നേ ഉള്ളൂ. എവിടെ ഇരിക്കണം, എങ്ങനെ ഇരിക്കണം, എത്ര നേരം ഇരിക്കണം എന്നുള്ളതൊക്കെ പറഞ്ഞതുപോലെ അങ്ങനെ നിങ്ങൾ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സ്ഥലത്തിരുന്നതിന് ശേഷം പറ്റുമെങ്കിൽ നിങ്ങൾക്ക് കണ്ണടച്ച് വെക്കാം. ബാക്കിയുള്ള കാര്യങ്ങളിലേക്കൊന്നും നിങ്ങളുടെ ശ്രദ്ധ തിരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ് കണ്ണടച്ച് വെക്കുന്നത്. കണ്ണ് തുറന്നിട്ട് നിങ്ങൾക്ക് അങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള ഒരു പവർ ഉണ്ടെങ്കിൽ കണ്ണ് തുറന്നും വെക്കാം കേട്ടോ. നമ്മളൊന്നും ചെയ്യാതെ ഇങ്ങനെ കണ്ണടച്ചിരുന്നാൽ സ്വാഭാവികമായിട്ട് കുറേ തോട്ട്സ് നമ്മുടെ മനസ്സിലേക്ക് വരുമല്ലേ. ഓരോ തോട്ട് വരുമ്പോഴും നിങ്ങൾ പ്രഷർ എടുത്തിട്ട് ഇത് വരാതിരിക്കണമെന്നോ അതിൻ്റെ ഇടയിൽ ഒന്നുമില്ലാതെ എൻ്റെ തലയിൽ ബ്ലാങ്ക് ആക്കി വെക്കണമെന്നോ അങ്ങനെയൊന്നും പ്രഷർ പിടിക്കരുത്. തോട്ട് വരുന്നത് വരട്ടെ, നിങ്ങളതിനെ അനലൈസ് ചെയ്യുക. അതുപോലെ അനലൈസ് ചെയ്യുക എന്നുള്ളത് സ്ട്രെസ് ചെയ്ത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, സാധാരണ നമ്മൾ അനലൈസ് ചെയ്യുമ്പം നമ്മളുടെ കുറച്ച് കോൺട്രിബ്യൂഷൻ അതിൽ ആഡ് ചെയ്യാറില്ലേ. നിങ്ങളുടെ ഓഫീസിൽ എന്തെങ്കിലും ഒരു വിഷയം നടന്നു, അതിൽ നിങ്ങൾക്ക് വിഷമം ഉണ്ടായി,
അതാണ് നടന്ന സംഭവം. അതിനുശേഷം ഇവർ പക്ഷെ ഇങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇതിന് ഇങ്ങനൊരു മറുപടി കൊടുത്തേനെ, എന്നാലും ഇങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ഇവരിങ്ങനെ പറയാനും ചാൻസ് ഉണ്ട്. ഇല്ലാത്ത സിറ്റുവേഷൻ നമ്മൾ ഉണ്ടാക്കി അതൊരു ഡ്രാമയാക്കി അതിൻ്റെ ഡയലോഗ് എഴുതാറല്ലേ നമ്മളുടെ യൂഷ്വൽ അനാലിസിസ്. അത് വേണ്ട. എങ്ങനെ നടന്നോ അതുപോലെ അനലൈസ് ചെയ്യുക. അനലൈസ് ചെയ്യാന്ന് വെച്ചാൽ അതിനെ അതുപോലെ കാണുക. അതിനുശേഷം നിങ്ങൾ അടുത്ത തോട്ടിന് ഒരു അവസരം കൊടുക്കുക. നിങ്ങളൊരു തോട്ടിനെ അതുപോലെ അനലൈസ് ചെയ്യുകയാണെങ്കിൽ ആ തോട്ടിന് ഒരു 10-20 സെക്കൻഡ് മാക്സിമം നിങ്ങളുടെ മനസ്സിൽ നിൽക്കാൻ കഴിയുള്ളൂ. കാരണം എന്താ, സംഭവം അത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ നമ്മളൊരു കുറച്ച് മസാല അതിൻ്റെ കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് അത് വീർത്ത് വരുന്നത്. നിങ്ങൾ ഓരോ തോട്ടിനെയും അതുപോലെ അനലൈസ് ചെയ്യുക, അടുത്ത തോട്ടിന് അവസരം കൊടുക്കുക. അടുത്ത തോട്ട് വരട്ടെ, അതിനെ നിങ്ങൾ അനലൈസ് ചെയ്യുക. നിങ്ങൾ ഒരു 5-10 മിനിറ്റോ ഡെയിലി ഇങ്ങനെ കണ്ണടച്ചിരുന്ന് ചെയ്യുക. ഓരോ തോട്ട് വരുമ്പോഴും നമ്മളുടെ വീട്ടിലൊരു കല്യാണമൊക്കെ നടക്കുകയാണെന്നും അതിന് വന്നൊരു ഗസ്റ്റാണ് ഈ തോട്ടെന്നും അങ്ങനെ വേണം വിചാരിക്കാൻ. നിങ്ങളുടെ വീട്ടിലൊരു ഫംഗ്ഷൻ നടക്കുകയാണ്, ഒരു ഗസ്റ്റ് വന്നാൽ നിങ്ങൾ ആ ഒരു ഗസ്റ്റിനോട് മാത്രം സംസാരിച്ച് നിൽക്കുമോ? ഇല്ലല്ലോ. അവരെ വരും, ഗ്രീറ്റ് ചെയ്യും, കാര്യങ്ങളൊക്കെ അറിയാം, എന്നാൽ ശരി അടുത്ത ആൾ, അങ്ങനെ ആ ഒരു രീതിയിൽ തോട്ട്സിനെ ഡീൽ ചെയ്യുക. തോട്ട്സിനെ എന്തുകൊണ്ടാണ് കൺട്രോൾ ചെയ്യേണ്ടതെന്നോ അല്ലെങ്കിൽ തോട്ട് ഇല്ലാത്തൊരവസ്ഥ അങ്ങനെയൊന്നും ട്രൈ ചെയ്യേണ്ടതെന്ന് പറയാൻ കാരണം, നിങ്ങൾ എവിടെയെങ്കിലും എക്സർസൈസ് ചെയ്യാൻ ജിമ്മിലേക്ക് ഇതുവരെ പ്രാക്ടീസ് ചെയ്തിട്ടില്ലാത്ത കാര്യത്തിന് പോവുകയാണെങ്കിൽ, യോഗ ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും പോവുകയാണെങ്കിൽ നിങ്ങൾ ആ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ തന്നെ ആദ്യമേ ട്രൈ ചെയ്യുമോ? ഇല്ലല്ലോ. എല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടേ ചെയ്യാൻ കഴിയുള്ളൂ. അതുകൊണ്ട് മെഡിറ്റേഷൻ ചെയ്ത ഒരു പരിചയമില്ലാത്തവർക്ക് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യലായിരിക്കും കൂടുതൽ എളുപ്പം. തോട്ട്സിനെ കൺട്രോൾ ചെയ്യുക അല്ലെങ്കിൽ തോട്ട് ഇല്ലാത്ത ഒരവസ്ഥ വരിക, അതൊക്കെ വളരെ അഡ്വാൻസ് സ്റ്റേറ്റ്സ് ആണ്. നിങ്ങളിത് റെഗുലർലി 1-2 കൊല്ലം പ്രാക്ടീസ് ചെയ്യാമെങ്കിൽ സ്ലോലി ഇതിൻ്റെ സമയം ഇൻക്രീസ് ചെയ്ത് 5 മിനിറ്റ് എന്നുള്ളത് 10 മിനിറ്റ് ആക്കി, 10 മിനിറ്റ് എന്നുള്ളത് 15 മിനിറ്റ് ആക്കി. ടൈമറൊന്നും വെക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് തന്നെ കംഫർട്ടബിളായി കണ്ണടച്ചിരുന്ന് ഇങ്ങനെ ആലോചിക്കും, ഇത്ര എനിക്ക് കഴിയുന്നുള്ളൂ, കഴിയുന്നുള്ളെങ്കിൽ അത്രയും മതി. കുറച്ച് നാൾ കഴിയുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് നേരം കൂടി ഇരിക്കാനുള്ള ഒരു സ്ട്രെങ്ത് സ്ലോലി വന്നോളും. നമ്മളത് ഫോഴ്സ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ പറഞ്ഞു വന്നതുപോലെ നിങ്ങൾ 5-10 മിനിറ്റോ ഡെയിലി ഇങ്ങനെ നിങ്ങളുടെ തോട്ട്സിനെ അനലൈസ് ചെയ്യുക. അതെങ്ങനെയാണോ അങ്ങനെ നിങ്ങൾ ഈ ഒരു പ്രോസസ്സിൽ നിങ്ങളുടെ തന്നെ റെസ്പോൺസുകളെ അറിയുകയാണ്. ഇങ്ങനൊരു സിറ്റുവേഷൻ വരുമ്പോൾ ഞാൻ എന്ന വ്യക്തി ഈ രീതിയിലാണ് അതിനെ ഡീൽ ചെയ്യുന്നത്. അങ്ങനെ സ്ലോലി നിങ്ങൾ നിങ്ങളെപ്പറ്റി തന്നെയാണ് കൂടുതൽ അറിയുന്നത്. ഇനി ലൈഫിൽ ഇതുപോലെ സിമിലറായിട്ടോ ഇനി അതുമല്ല പുതിയതായിട്ടൊരു സിറ്റുവേഷൻ വന്നാലോ ഈ ഒരു പ്രാക്ടീസ് നിങ്ങൾക്ക് റെഗുലർലി കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമെങ്കിൽ അതിന് നിങ്ങൾക്ക് വളരെ എഫക്റ്റീവായിട്ട് എത്രയും പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യാൻ കഴിയുന്നതാണ്. നമ്മൾ പലപ്പോഴും ഒട്ടും ആലോചിക്കാതെ ചെയ്യുന്ന കുറേ കാര്യങ്ങളായിരിക്കുമല്ലോ നമുക്ക് വിനയായിട്ട് വരുന്നത്. അങ്ങനെ ഒരു സംഭവം സ്ലോലി കുറഞ്ഞു വരും. കാരണം നിങ്ങൾ എന്താണോ ചെയ്യുന്നതെന്നുള്ളത് എന്നും അനലൈസ് ചെയ്യുന്നുണ്ട്. ആൻഡ് സ്ലോലി നിങ്ങളെപ്പറ്റി നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ട്. ഈ പ്രാക്ടീസുകൾ നിങ്ങൾ ജിമ്മിൽ പോകുന്ന പോലെയൊക്കെ തന്നെയാണ്. 1-2 ദിവസം ചെയ്തിട്ട് പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും കാണാൻ പോകുന്നില്ല. പക്ഷേ ഇതാകെ 5 മിനിറ്റിൻ്റെ 10 മിനിറ്റിൻ്റെ കാര്യമല്ലേ ഉള്ളൂ. നിങ്ങൾക്ക് റെഗുലർലി ഇത് ചെയ്യാൻ കഴിയുമെങ്കിൽ നിങ്ങൾ തന്നെ ഒബ്സർവ് ചെയ്യും. 1-2 മാസത്തിനോ ശേഷം നിങ്ങളുടെ ചിന്താഗതിയിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ, നിങ്ങളുടെ സിറ്റുവേഷൻസിനെ ഡീൽ ചെയ്യുന്നതിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ. അപ്പോൾ അതാണ് ആദ്യത്തെ പ്രാക്ടീസ്. ഇനി രണ്ടാമത്തേത്, നിങ്ങൾക്ക് ലോങ് സ്റ്റാൻഡിങ് ആയിട്ടുള്ള കുറച്ച് അസുഖങ്ങളുണ്ടെങ്കിലോ നിങ്ങൾ വളരെ സ്ട്രെസ്ഡ് ആണെങ്കിലോ അങ്ങനെ ഫിസിക്കലി മെൻ്റലി നിങ്ങൾ അത്ര നല്ലൊരു സിറ്റുവേഷനിലല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെഡിറ്റേഷനാണിത്. ഈ മെഡിറ്റേഷൻ്റെ പേര് ഫുൾ യോഗിക് ബ്രീത്തിങ് മെഡിറ്റേഷൻ എന്നാണ്. ഫുൾ യോഗിക് ബ്രീത്തിങ് എന്ന് പറയുമ്പോൾ അതെന്താണ്? നിങ്ങൾ കുട്ടികളൊക്കെ ബ്രീത്ത് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ? ജനിച്ചു വീണ കുട്ടികളൊക്കെ അവരുടെ വയറ് പൊന്തുകയും എക്സ്ഹേൽ ചെയ്യുമ്പോൾ വയറകത്തേക്ക് പോവുക, അങ്ങനെയല്ലേ ബ്രീത്ത് ചെയ്യാറ്? സുഖമായിട്ട് കിടന്നുറങ്ങുന്ന കുട്ടികൾ, അവർക്ക് വേറെ അസുഖങ്ങളൊന്നും ഇല്ലെങ്കിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മളും ചെറുതിലെ അങ്ങനെയൊക്കെയാണ് ബ്രീത്ത് ചെയ്തത്. പക്ഷെ ഇപ്പം നമ്മൾ ബ്രീത്ത് ചെയ്യുന്നത് നിങ്ങൾ മാക്സിമം എവിടം വരെയൊക്കെയാണ് ഇൻഹേൽ ചെയ്യുന്നത്? മേ ബി നിങ്ങളുടെ ത്രോട്ട് വരെ, കൂടിപ്പോയാൽ ചെസ്റ്റ് വരെ, അല്ലേ? മിക്കവാറും ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾ ചെസ്റ്റ് വരെ പോലും ഒന്നും ബ്രീത്ത് ഒന്നും ചെയ്യുന്നില്ല. ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾ ആ എയറിൻ്റെ മൂവ്മെൻറ്റ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഈ ഫുൾ യോഗിക് ബ്രീത്തിങ് മെഡിറ്റേഷൻ നിങ്ങൾക്ക് ഇൻസ്റ്റൻറ്റ് റിലാക്സേഷന് വേണ്ടിയിട്ടും സ്ട്രെസ് റിലീഫിന് വേണ്ടിയിട്ടും ചെയ്യാവുന്നതാണ്. ഇതിലെന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പഴയതുപോലെ കംഫർട്ടബിളായി ഇരുന്നതിന് ശേഷം നിങ്ങൾ ഇൻഹെയിൽ ചെയ്യുമ്പോൾ സ്ലോലി നിങ്ങളുടെ വയറിൻ്റെ അവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുക. അതായത് വയറിൽ ഇങ്ങനെ എയർ ഫില്ല് ചെയ്യുന്നതായിട്ട് നിങ്ങൾ വിചാരിച്ചാൽ മാത്രം മതി. അപ്പോൾ തന്നെ സ്ലോലി വയർ പുറത്തേക്ക് വരുന്നത് കാണാം. ആൻഡ് എക്സ്ഹെയിൽ ചെയ്യുമ്പോൾ നിങ്ങളുടെ വയർ അകത്തേക്ക് പുള്ള് ചെയ്യാം. നിങ്ങൾ ബ്രീത്തിനെ അധികം കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഇൻഹെയിൽ ചെയ്യുമ്പോൾ വയർ പുറത്തേക്ക് വരുന്നതും എക്സ്ഹെയിൽ ചെയ്യുമ്പോൾ വയർ അകത്തേക്ക് പോകുന്നതും ഈ ഒരു കാര്യം മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. സമയം അനുവദിക്കുകയാണെങ്കിൽ നിങ്ങൾക്കിത് രാവിലെ എണീറ്റതിന് ശേഷവും രാത്രി കിടക്കുന്നതിന് മുന്നേയും ചെയ്യാവുന്നതാണ്. 2 മിനിറ്റ് ചെയ്താലും കുഴപ്പമില്ല. ആൻഡ് ഒരുമിച്ച് ചെയ്യാനാണെങ്കിൽ കൂടി നിങ്ങൾ തുടക്കത്തിൽ 5-10 മിനിറ്റോ ചെയ്യേണ്ട കാര്യമുള്ളൂ. നിങ്ങളുടെ ബോഡി ആൻഡ് മൈൻഡ്, നിങ്ങൾ മെഡിറ്റേഷൻ എന്നല്ല ഏതൊരു പുതിയ പ്രാക്ടീസ് ചെയ്താലും അധികം തുടക്കത്തിൽ സപ്പോർട്ട് ചെയ്യണമെന്നില്ല. അപ്പോൾ നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെറിയൊരു സ്കെയിലിൽ സ്റ്റാർട്ട് ചെയ്യലാണ് ബുദ്ധി.
നിങ്ങൾ സ്ലോലി 5 മിനിറ്റെന്നോ ഇപ്പോൾ ഈ ഇൻഹെയിൽ എക്സ്ഹെയിൽ ചെയ്യുന്ന ആ ഒരു മെഡിറ്റേഷൻ 2 മിനിറ്റോ 3 മിനിറ്റോ നിങ്ങളുടെ സൗകര്യം പോലെ സ്റ്റാർട്ട് ചെയ്യാം. ബോഡി അതിന് അഡ്ജസ്റ്റഡ് ആയിട്ട് വരുമ്പോൾ സ്ലോലി ആ ബോഡിയുടെ ഫീഡ്ബാക്ക് മനസ്സിലാക്കി നിങ്ങൾ ഇൻക്രീസ് ചെയ്യുക. ഇതാണ് ആ രണ്ടാമത്തെ സിമ്പിൾ പ്രാക്ടീസ്. ഇതിലെന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻസിൽ ആഡ് ചെയ്യാം. ഇത് രണ്ടും ചെയ്യാൻ നിങ്ങൾക്ക് അങ്ങനെ സ്ഥലവും സാഹചര്യവും ഒന്നും വലിയ റെസ്ട്രിക്ഷനായി വരില്ല. നിങ്ങൾ എവിടെ ഇരുന്ന് വേണമെങ്കിലും ചെയ്യാവുന്ന 2 പ്രാക്ടീസുകളാണല്ലേ. അപ്പോൾ നിങ്ങൾ മുടങ്ങാതെ റെഗുലർലി ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. 1-2 മാസത്തിന് ശേഷം നിങ്ങൾക്ക് വ്യത്യാസം ഫീൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അതിൻ്റെ സമയം കൂട്ടി വരിക. ഒന്നും ഫീൽ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്കത് ഡ്രോപ്പ് ചെയ്യാം. എന്തൊരു പുതിയ പ്രാക്ടീസ് ആണെങ്കിലും നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്ത് നോക്കിയാലല്ലേ നിങ്ങൾക്ക് അതിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന് മനസ്സിലാവും. വ്യത്യാസമുണ്ടെങ്കിൽ നിങ്ങളത് സ്ലോലി ഇൻക്രീസ് ചെയ്ത് കണ്ടിന്യൂ ചെയ്ത് പോവാം. ഈ പ്രാക്ടീസ് നിങ്ങൾ 1-2 മാസം ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ബോഡി ആൻഡ് മൈൻഡിൽ എന്തൊക്കെ വ്യത്യാസങ്ങളാണെന്ന് നിങ്ങൾ അനലൈസ് ചെയ്തതിന് ശേഷം അത് പോസിറ്റീവായിട്ടുള്ള വ്യത്യാസങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് ഇതേ മെഡിറ്റേഷൻ പ്രാക്ടീസുകൾ സമയം കൂട്ടി ചെയ്യാം. അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വേറെ ഏതെങ്കിലും മെഡിറ്റേഷൻ പ്രാക്ടീസ് ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ ട്രൈ ചെയ്യാം. കാരണം നിങ്ങളുടെ ബോഡി ആൻഡ് മൈൻഡ് ആ ഒരു സമയമാകുമ്പോഴേക്കും ഇതിനോട് യൂസ്ഡ് ആവും. നിങ്ങൾ എവിടെയെങ്കിലും ഇരിക്കുകയാണെങ്കിൽ അത് സപ്പോർട്ട് ചെയ്യും. ഈ പ്രാക്ടീസുകൾ 1-2 മാസം പ്രാക്ടീസ് ചെയ്തിട്ട് നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ചേഞ്ച് വന്നോ എന്നും ഇനി വന്നില്ലെങ്കിൽ ഒന്നും വന്നില്ല എന്നുള്ളതും ഇവിടെ ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഷെയർ ചെയ്യാം. അതാണ് ഇന്നത്തെ ഫുഡ് ഫോർ തോട്ട്.